ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ ഉണ്ടല്ലോ, പെട്ടെന്നൊരു ദിവസം കുറേ പേര് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് കുറേ വർഷങ്ങളോളം ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ? നമ്മളുടെ ഈ കഥയിലെ നായകനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളുടെ നായകനായിട്ടുള്ള ഒഡേസു ഒരു സാധാരണക്കാരനാണ്. അയാളെ തൻ്റെ മകളുടെ പിറന്നാൾ ദിവസം കുറച്ചു പേര് കിഡ്നാപ്പ് ചെയ്യുകയും ഒരു മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്നു. ഒന്നും രണ്ടുമല്ല, ഏകദേശം 15 വർഷത്തോളമാണ് ഒഡേസുവിനെ അവരവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഒഡേസു പുറം ലോകത്തെ കാര്യങ്ങൾ അറിയുന്നത് ആ മുറിയിലുള്ള ഒരു TV-യിലൂടെയാണ്. തന്നെ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ള കാര്യം ഒഡേസുവിന് യാതൊരു ഐഡിയയുമില്ല. അങ്ങനെ തന്നെ ഇങ്ങനെ ആക്കിയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം ചെയ്യുവാനായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അയാൾ നടത്തുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഒഡേസുവിനെ വെളിയിലേക്ക് ഇറക്കി വിടുകയാണ്. 15 വർഷങ്ങൾക്ക് ശേഷം പുറം ലോകത്തെത്തുന്ന ഒഡേസു തന്നെ ഇങ്ങനെ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. 15 വർഷങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അയാളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഒരു വെറി പൂണ്ട മൃഗത്തെ പോലെ തന്നെ ഈ റൂമിൽ അടച്ചിട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അയാൾ അന്വേഷിച്ച് നടക്കുകയാണ്. സാധാരണ ഒരു റിവെഞ്ച് മൂവി എന്നതിനേക്കാൾ ഉപരി നമ്മളെ ഏറ്റവും അധികം ഷോക്കാക്കുന്ന മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ കാണിക്കുന്ന ഒരു ചിത്രമാണിത്. കൊറിയൻ സിനിമകളുടെയൊക്കെ ഒരു ക്ലാസിക് എന്ന് തന്നെ പറയാൻ പറ്റും. സിനിമയുടെ പേര് ഓൾഡ് ബോയ് എന്നാണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. സോ ഇതുപോലെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.